വീഴാൻ നശിക്കാനിരിക്കുന്ന മണൽപ്പുറത്ത് ആയിരിക്കുന്ന ഒരു ഭവനമാണോ എന്ന് ആത്മശോധന ചെയ്യണം. സാർദീസിലെ സഭയെ കുറിച്ച് പറയുന്നത് അവര് മണൽ ഇരിക്കുന്നത് പാറപ്പുറത്താണെങ്കിലും അവരുടെ അവസ്ഥ മണൽപ്പുറത്താണ്. ഇതുപോലെ നമ്മളെല്ലാം ഉയർന്ന നിലയിലാണെങ്കിലും നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് മണൽപ്പുറത്തെ അവസ്ഥയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും നല്ല ഉന്നതങ്ങളിലാണ്, ഉന്നതങ്ങളിൽ പിടിപാടുകൾ ഉള്ളവരാണ്, ഉന്നതങ്ങളിൽ ഉന്നതമായ അഭിവൃദ്ധി ഉള്ളവരാണ്. പക്ഷെ അവരുടെ ഉള്ളിലെ അവസ്ഥയോ, ഉള്ളിലെ അവസ്ഥ അതിദയനീയമാണ്. ഇതൊന്നും നമ്മൾ ആത്മശോധന ചെയ്യണം. അടുത്തൊരു മേഖല എന്ന് പറയുന്നത് ഈ സഭയോട്, സാർദീസിലെ സഭയോട് യോഹന്നാൻ ശ്ലീഹ പറയാണ്, നിങ്ങൾ ഉണരുക, നിന്നിൽ ആസന്ന മരണമായി അവശേഷിപ്പിക്കുന്നതിനെ ഉത്തേജിക്കുക. എന്നാൽ എന്റെ ദൈവത്തിന്റെ മുമ്പിൽ നിന്റെ പ്രവൃത്തികൾ പൂർണ്ണമായി നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല. അപ്പോൾ ഈ എങ്ങനെയാണ് ഉണരേണ്ടതെന്ന് ഈ സഭയോട് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, ഒന്നാമത്തത് കേട്ടത് അനുസ്മരിപ്പിക്കുക. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന തീഷ്ണത ജ്വലിപ്പിക്കുക, ആദ്യം ഉണ്ടായിരുന്ന ദൈവാനുഭവം പരിശോധിച്ച് തിരിച്ചു വരിക. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന ആത്മീയ ദാഹം നീ വർദ്ധിപ്പിക്കുക. നമ്മുടെ ജീവിതത്തില് ആത്മീയമായിട്ട് തിരിച്ചു വരണമെങ്കിൽ ആദ്യം ചിന്തിക്കേണ്ടത് കഴിഞ്ഞ കാലത്തെ നമ്മുടെ തീഷ്ണതയാണ്. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു ധ്യാനത്തിൽ പങ്കെടുത്ത് പരിശുദ്ധാത്മാവ് തൊട്ട് അന്ന് തീയായി ജ്വലിച്ചു നിന്ന നമ്മുടെ പലരുടെയും ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ആത്മശോധന ചെയ്യണം. അന്ന് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനും മരിക്കുവാനും തീരുമാനമെടുത്ത് കർത്താവിന് വേണ്ടി ജ്വലിച്ച് ജീവിക്കാൻ ആരംഭിച്ച നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? വചനം ഓർമ്മിപ്പിക്കുകയാണ്, നീ കേട്ടത് അനുസ്മരിപ്പിക്കുക. നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന തീഷ്ണത നീ കൈവടിഞ്ഞു എന്നല്ലേ വചനം പറയുന്നത്. കഴിഞ്ഞ കാലത്ത് നിനക്കുണ്ടായിരുന്ന ആത്മീയതയെ കുറിച്ച് ഓർത്ത് അത് നീ അനുസ്മരിച്ച് നീ തിരിച്ചു വരിക. രണ്ടാമത്തത് വിശ്വാസം കാത്തു സൂക്ഷിക്കുക. ഇപ്പോഴുള്ള നിങ്ങളുടെ വിശ്വാസം ശക്തമായിട്ട് കാത്തു സൂക്ഷിക്കുക. മൂന്നാമത്തത് മനസ്സ് തിരിയുക. ഹല്ലേലൂയ എന്ന് പറഞ്ഞ ഹല്ലേലൂയ. പാപത്തിൽ നിന്ന് മനസ്സ് തിരിയുക. 51-ാമത്തെ സങ്കീർത്തനം എഴുതി ഒരു പലകയിൽ എഴുതി വെച്ചിട്ടാണ് അഗസ്തീനോസ് മരണക്കിടക്കയിൽ ഉണ്ടായിരുന്നത്. എപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ നിറഞ്ഞിരുന്ന ഒരു സങ്കീർത്തനമാണ് 51-ാമത്തെ സങ്കീർത്തനം. അതിന്റെ കാരണം എന്നും ഈ സങ്കീർത്തനം പിന്നീട് ഒരു പാപം ചെയ്യാതിരിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിരുന്നു. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ എപ്പോഴും മനസ്സ് തിരിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ സഭയോട് പറയാണ്, ഈ സഭ ഉണരണമെങ്കിൽ ആദ്യ കാലത്തുണ്ടായിരുന്ന ആ ദൈവാനുഭവം ഓർത്ത്, കഴിഞ്ഞ കാലത്തെ നിന്റെ തീഷ്ണതയും വിശ്വാസമൊക്കെ നീ ഓർത്ത് അതിലേക്ക് തിരിച്ചു വരിക. രണ്ടാമത്തത് നിന്റെ വിശ്വാസം നീ കാത്തു സൂക്ഷിക്കുക. ഹല്ലേലൂയ. ഈ ആള് മരിച്ചു കിടക്കുന്ന സമയത്ത്, ആ മരിച്ച ആളിന്റെ മൃതസംസ്കാരത്തിന്റെ സമയത്ത് വൈദികൻ ശിരസില് ഈ മുടി ധരിപ്പിക്കുന്നുണ്ട്. മുടി ധരിപ്പിക്കുമ്പോൾ പൗലോസ്ലീഹയുടെ ഒരു വചനം പറയും. എന്താണെന്നറിയോ? ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് നീതിയുടെ മുടി എന്നെ ധരിപ്പിക്കട്ടെ. 4-ാം അധ്യായം 2 തിമോത്തിയോസിന്റെ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ തിരുവചനം. 2 തിമോത്തിയോസ് 4:6 മുതലൊന്ന് വായിച്ചേ. ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം ആസന്നമായിരിക്കുന്നു, എന്റെ വേർപാടിന്റെ സമയം സമാഗതമായിരിക്കുന്നു. ഞാൻ നന്നായി, എന്താ പൊരുതി എന്ന് പറഞ്ഞാൽ ആരോടാ പൊരുതിയിട്ടുള്ളത്? ഞാൻ അമ്മായിമ്മയോട് പൊരുതി നന്നായിട്ട്. അല്ല, അതാണോ പൊരുത്തം എന്ന് പറയുന്നത്? മക്കളുമായിട്ട് എന്നും അടിയുണ്ടാക്കി, അതാണോ പൊരുതുക എന്ന് പറയുന്നത്? ഞാൻ എന്റെ ജീവിതത്തിൽ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി യുദ്ധം ചെയ്തു. ആരുമായിട്ട്? പിശാചുമായിട്ട്. ഹല്ലേലൂയ. ഞാൻ നന്നായി പൊരുതി. പിന്നെന്തായിരിക്കുന്നത്? എന്റെ ഓട്ടം പൂർത്തിയാക്കി. ഹല്ലേലൂയ. എന്റെ ഓട്ടമൊക്കെ പൂർത്തിയാക്കി, റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. മരിക്കാൻ എത്ര പേര് റെഡി ആയിട്ടുണ്ട്? അപ്പൊ ഓട്ടം പൂർത്തിയാക്കി. ഞാൻ ചെയ്യാനുള്ളതെല്ലാം എന്റെ ചെയ്തിട്ടുണ്ട്. പൗലോസ്ലീഹ പറയും, ഞാൻ കർത്താവിന്റെ മുമ്പാകെ നിർമ്മല മനസാക്ഷിയോടുകൂടിയാണ് ജീവിച്ചിട്ടുള്ളത്. ഇന്ന് മരിച്ചാലും തയ്യാറാണ്, മരിച്ചാൽ സ്വർഗത്തിൽ പോകാൻ ഒരുക്കമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പണ്ടിങ്ങനെ ഒരു അപ്പച്ചൻ പറഞ്ഞതുപോലെയാണ്, അച്ഛനിങ്ങനെ മരിക്കണം 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 എന്ന് തന്നെ നിർബന്ധം. മരിച്ചേ പറ്റുള്ളൂ.
മക്കളില്ലാത്ത സമയത്ത് കൊച്ചുമകൻ ശകലം വെള്ളമൊക്കെ കൊണ്ടേ കൊടുത്തിട്ടു, അപ്പച്ച വിഷം കലക്കിയിട്ടുണ്ട് കുടിച്ചോ, അതല്ലേ അപ്പച്ചൻ മരിക്കാനല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോ അപ്പച്ചൻ പെട്ടെന്ന് ഡയലോഗ്, എന്റെ മൂത്ത മകനെ കൂടെ ഒന്ന് കാണണം, അവൻ വിദേശത്താണ്, അവനെ ഒന്ന് കണ്ടിട്ട് മരിച്ചാൽ മതി, വെള്ളമായിട്ട് വന്ന് നിന്നപ്പോഴേ. ഇതിന്റെ അർത്ഥം എന്താണ്? അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. ഹല്ലേലൂയ. അത് ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം കാത്തു സൂക്ഷിച്ചു. നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഈ ഉണരുന്നതിന്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് വിശ്വാസം കാത്തു സൂക്ഷിക്കുക. ഹല്ലേലൂയ. ചെയ്ത് പറഞ്ഞ ഹല്ലേലൂയ. നമുക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിച്ചു. വിശ്വാസം കാത്തു. പിന്നെ എന്താ എഴുതിയിരിക്കുന്നത്? എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു, നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അതെനിക്ക് സമ്മാനിക്കും. ഹല്ലേലൂയ. ഈ കിരീടം കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. തലയിൽ വെക്കുന്ന കിരീടം കൊണ്ട് അത് 3 ദിവസം കഴിയുമ്പോൾ അത് മുഴുവൻ പാടും. ഏത് കിരീടം? ഇത് നിത്യതയുടെ കിരീടത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് തലയിൽ ആ കിരീടം വെക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മള് ജീവിതത്തിൽ നന്നായിട്ട് പൊരുതണം, നന്നായിട്ട് യുദ്ധം ചെയ്യണം. നന്നായിട്ട് യുദ്ധം ചെയ്യുമ്പോഴാണ് നമ്മുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ പറ്റൂ. ഹല്ലേലൂയ. ചെയ്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ സഭയെ ഉണരണമെങ്കിൽ, സാർദീസിലെ സഭ ഉണരണമെങ്കിൽ, ശക്തി പ്രാപിക്കണമെങ്കിൽ, ആദ്യം നീ കഴിഞ്ഞ കാലത്തെ നിന്റെ ജീവിതത്തെ കുറിച്ച് ഓർക്കണം, നിന്റെ ആത്മീയ ജീവിതത്തെ കുറിച്ച് ഓർക്കണം, കഴിഞ്ഞ കാലത്തെ നിന്റെ തീഷ്ണതയെ കുറിച്ച് ഓർക്കണം. രണ്ടാമത്, നീ നിന്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കണം. ഹല്ലേലൂയ. വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. വിദേശത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ വിശ്വാസമില്ല, പഠിക്കാൻ പോയ വിശ്വാസമില്ല, ജോലിക്ക് പോയ വിശ്വാസമില്ല. അങ്ങനെയല്ല, എവിടെ പോയാലും നിന്റെ വിശ്വാസം നീ കാത്തു സൂക്ഷിക്കണം. മൂന്നാമത്, മനസ്സ് തിരിയണം. നിന്റെ പാപമേഖലയിൽ നിന്ന്, പാപാവസ്ഥയിൽ നിന്ന് മനസ്സ് തിരിച്ചു വരാനായിട്ട് കഴിയണം. ഈ 3 കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് നിനക്ക് ജീവിതത്തില് പാപാവസ്ഥയിൽ നിന്ന് തിരിച്ചു വന്ന് ഉയർത്തെന്നിട്ട് നല്ലൊരു ആത്മീയ ജീവിതം നയിക്കാൻ കഴിയുള്ളൂ. അതോട് പറഞ്ഞ ഹല്ലേലൂയ, ശക്തിയോട് പറഞ്ഞ ഹല്ലേലൂയ, അക്ഷരത്തോട് പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും എന്തെന്ന് അനുസ്മരിച്ച് അത് കാത്തു സൂക്ഷിക്കുകയും അനുദപിക്കുകയും ചെയ്യുക. 3 കാര്യങ്ങളാണ്. അതുകൊണ്ട് നീ സ്വീകരിച്ചതും, ഈ സഭ ആദ്യകാലത്ത് വചനം സ്വീകരിച്ചവരാണ്. പൗലോസ്ലീഹയുടെ വചനം കേട്ടിട്ടുള്ളവരാണ്. ആ വചനം കേട്ടിട്ടുള്ളവര് പിന്നീട് കാലക്രമത്തിൽ മുഴുവൻ തകർന്നു പോയി. ധ്യാനം കൂടി നല്ല തീരുമാനമെടുത്ത് ഇറങ്ങി, ഇനി മുതൽ കർത്താവിന് വേണ്ടി ജീവിക്കും. 2 മാസം കഴിഞ്ഞപ്പോഴോ പിന്നെ ആളെ കാണാനില്ല. അയാളുടെ വിശ്വാസവും ഇല്ല, പ്രാർത്ഥനയില്ല, ആത്മീയതയില്ല. വചനം ഓർമ്മിപ്പിക്കുകയാണ്, നീ കേട്ടതും, ഒരിക്കൽ കൂടെ വായിക്കാം, അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും എന്തെന്ന് അനുസ്മരിക്കുക. ദൈവവചനം കേട്ട് ഇന്ന് കഴിഞ്ഞ കാലത്തിൽ ദൈവത്തെ കുറിച്ചുള്ള ബോധ്യങ്ങൾ നിറച്ച് അത് കാത്തു സൂക്ഷിക്കുകയും അനുദപിക്കുകയും ചെയ്യുക. നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെ പോലെ വരും. ഹല്ലേലൂയ. ദൈവം വരുന്നത്, കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരുമെന്ന് പത്രോസിന്റെ 2-ാമത്തെ ലേഖനത്തിൽ പറയുന്നു. നമ്മൾ വിചാരിക്കാത്ത സമയത്താണ് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് സമയത്താണ് ഞാൻ നിന്നെ പിടികൂടുക എന്ന് നീ അറിയുകയില്ല. എന്നാൽ വസ്ത്രങ്ങൾ മലിനമാക്കിയിട്ടില്ലാത്തവരായി കുറെ പേർ സാർദീസിൽ നിനക്കുണ്ട്. അവർ ധവള വസ്ത്രധാരികളായി എന്റെ കൂടെ നടക്കും, അവർ അതിന് യോഗ്യരാണ്. ഹല്ലേലൂയ. എന്താണ് ഈ വസ്ത്രം മലിനമാക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ? വസ്ത്രം മലിനമാക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ മാമോദീസായിൽ ലഭിച്ചിരിക്കുന്ന പരിശുദ്ധി നഷ്ടപ്പെടുത്താതിരിക്കുക, മാമോദീസായിൽ ലഭിച്ചിരിക്കുന്ന വിശുദ്ധി നഷ്ടപ്പെടുത്താതിരിക്കുക. ഹല്ലേലൂയ. ചെന്ന് പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ടാണ് മാമോദീസയുടെ സമയത്ത് ഒരു വ്യക്തിക്ക് വിശുദ്ധി നൽകപ്പെടുന്നതിന്റെ, അഭിഷേകം നൽകപ്പെടുന്നതിന്റെ, അവന്റെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ കൃപ നിറയപ്പെടുന്നതിന്റെ അടയാളമാണ് വെള്ളവസ്ത്രം ധരിപ്പിക്കുക, കിരീടം ധരിപ്പിക്കുക. ഇതൊക്കെ ആ വ്യക്തിയുടെ മേൽ കൃപ ചൊരിയപ്പെടുന്നതിന്റെ അടയാളമാണ്. ഈ മാമോദീസായിൽ ലഭിച്ചിരിക്കുന്ന വിശുദ്ധി നഷ്ടപ്പെടുത്താതിരിക്കുക, മാമോദീസായിൽ ലഭിച്ചിരിക്കുന്ന വിശുദ്ധി കാത്തു സൂക്ഷിക്കുക. ഹല്ലേലൂയ. എന്ന് പറയാണ്, ഇങ്ങനെ കാത്തു സൂക്ഷിച്ചു കഴിഞ്ഞാല് നിന്നെ ഞാൻ വെള്ള വസ്ത്രം ധരിപ്പിക്കും. എന്താ ബൈബിളിൽ ഈ വെള്ള വസ്ത്രം ധരിപ്പിക്കുന്നത്?
വെള്ള വസ്ത്രം ധരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ സ്വർഗത്തിലെത്തിയ നമ്മുടെ സ്വർഗത്തിന്റെ ദർശനങ്ങളൊക്കെ കാണുമ്പോൾ ഈ മാലാഖമാര് ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ കളർ എന്താണ്? വെള്ള വസ്ത്രമാണ്. ജീവന്റെ വൃക്ഷത്തിൽ, വെളിപാട് 22:14, ജീവന്റെ വൃക്ഷത്തിൽ അവകാശം ലഭിക്കുവാനും കവാടങ്ങളിലൂടെ നഗരങ്ങളിൽ പ്രവേശിക്കുവാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധരാക്കിയുള്ളവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. വിജയം ധരിക്കുന്നവരെ ഞാൻ വെള്ള വസ്ത്രം ധരിപ്പിക്കും. ഹല്ലേലൂയ. നമ്മൾ ബൈബിൾ വേറെ സ്ഥലത്ത് കാണുന്നുണ്ട്, കർത്താവ് ഇങ്ങനെ ഒരു വിരുന്നിന്റെ ഉപമ പറഞ്ഞതിന് ശേഷം ആളുകളോട് പറയുന്നുണ്ട്, അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ പോയി തെരുവിലൊക്കെ നടന്നിട്ട് ആളുകളെ കൂട്ടിക്കൊണ്ടുപോകാം. ആളുകൾ മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ യജമാനൻ ഒരു രംഗം കണ്ടു. ഒരാൾ മാത്രം വിവാഹ വസ്ത്രം ധരിച്ചിട്ടില്ല. അവനെ കർത്താവ് കൃപ തന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവന് പിന്നീട് ഈ പാപത്തെ ഉപേക്ഷിക്കാൻ പറ്റിയിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. കർത്താവ് ഒത്തിരി കൃപ തന്നിട്ട് രക്ഷപ്പെടുത്തിയിട്ട് വീണ്ടും പാപത്തിൽ തുടരുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ വെള്ള വസ്ത്രം നൽകുക എന്ന് പറഞ്ഞാൽ ദൈവത്തോടൊപ്പം പറുദീസായിൽ അംഗത്വം ലഭിക്കുക. വിജയം വരിക്കുന്നവന് ഞാൻ വെള്ള വസ്ത്രം നൽകും. രണ്ടാമത്, ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവന്റെ പേര് വെട്ടാതിരിക്കും. ഹല്ലേലൂയ. പഴയ കാലഘട്ടങ്ങളിൽ രാജാക്കന്മാര് തങ്ങളുടെ പ്രജകളുടെ എല്ലാം പേരെഴുതി വെക്കും. പേരെഴുതി വെച്ചതിന് ശേഷം ആരെങ്കിലും വിശ്വാസവഞ്ചന കാണിച്ചു കഴിഞ്ഞാൽ, രാജാവിനോട് അവിശ്വസ്തത പുലർത്തിക്കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു കാര്യമാണ് അവരുടെ പേരങ്ങ് വെട്ടിക്കളയും. ഹല്ലേലൂയ. രാജാവിന്റെ പുസ്തകത്തിൽ നിന്ന് പേരങ്ങ് വെട്ടിക്കളയും. ഹല്ലേലൂയ. ഈ ജീവന്റെ പുസ്തകത്തില് ഇടം കിട്ടാതെ പോകുന്നത് ഇത് തന്നെയാണ്. ദൈവത്തോട് വിശ്വസ്തത കാണിക്കാത്തവരെല്ലാം ജീവന്റെ പുസ്തകത്തിൽ കാണില്ല. ഹല്ലേലൂയ. അപ്പോൾ ഈ വസ്ത്രം മലിനമാക്കാതെ മാമോദീസായിലെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവർക്ക് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരുടെ പേര് മായ്ച്ചു കളയാൻ ദൈവത്തിന്റെ രാജ്യത്തിൽ അവർക്ക് അംഗത്വം ലഭിക്കും. മൂന്നാമത്തത്, വിശ്വസ്തത കാട്ടിയാൽ ദൈവം നിന്നോട് വിശ്വസ്തത കാട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് മാമോദീസായി ലഭിച്ച പരിശുദ്ധി, മാമോദീസായുടെ ലഭിച്ച പരിശുദ്ധി എന്ന് പറയുന്നത് 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരവാണെന്ന് പണ്ടച്ചൻ പറഞ്ഞിട്ടുണ്ട്. 3 ചോദ്യങ്ങൾ ചോദിക്കും. എന്തൊക്കെയാണ് ചോദിക്കുന്നത്? പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതനാകുവാൻ നീ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തത്, പാപവും പാപമാർഗങ്ങളും ഉപേക്ഷിക്കുന്നു. ഈശോ മിശിഹായെ. അപ്പൊ മാമോദീസായി ലഭിച്ച പരിശുദ്ധി എന്ന് പറയുന്നത് പിശാചിന്റെ അടിമത്തത്തിൽ നിന്നുള്ള മോചനം, അല്ലെ, ഉത്ഭവഭാവത്തിൽ നിന്നുള്ള മോചനം, പാപത്തെ ഉപേക്ഷിക്കാനുള്ള കൃപ, ഈശോ മിശിഹായെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുവാനുള്ള ആ ദാഹവും ശക്തിയും കൃപയും. ഈ 3 കാര്യങ്ങളും നഷ്ടപ്പെടുത്തി കളയാത്തവർക്ക് കർത്താവ് വെള്ളവസ്ത്രം നൽകും, ദൈവത്തിന്റെ രാജ്യത്തിൽ അംഗമാക്കും. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ പേരെഴുതിയാണ് ദൈവം അവരോട് വിശ്വസ്തത കാണിക്കും. ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് കർത്താവിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണമായിട്ട് ഇളവപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്ത് 2 കരങ്ങൾ ഉയർത്തി ശക്തമായിട്ട് കർത്താവിനെ സ്തുതിക്കാം. കർത്താവെ, ഞങ്ങൾക്ക് യുദ്ധത്തിനെ പോലെ ഫലം പ്രവർത്തിക്കാൻ ഏത് പ്രതിസന്ധികളുണ്ടായാലും ഉറച്ചു നിൽക്കുവാനുള്ള അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. സുവിശേഷം 24:45. തന്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാണ്? യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന ഭൃത്യൻ ആകുവാൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, യജമാനൻ അവനെ അവന്റെ വസ്തുക്കളുടെ എല്ലാം മേൽനോട്ടക്കാരനായി നിയമിക്കും. എന്നാൽ ദുഷ്ടനായ ഭൃത്യൻ എന്റെ യജമാനൻ താമസിച്ചേ വരൂ എന്ന് പറഞ്ഞ് തന്റെ സഹഭൃത്യന്മാരെ മർദ്ദിക്കാനും മദ്യപന്മാരോടുകൂടി ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വന്ന് അവനെ ശിക്ഷിക്കുകയും കപടനാട്ടിക്കാരുടെ കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. ഹല്ലേലൂയ. ഇവിടെ വിശ്വസ്തരായ ഭൃത്യൻ, നമ്മളെല്ലാവരും വിശ്വസ്തരാകാനായിട്ട് വിളിക്കപ്പെട്ടവർ. എന്താ വിശ്വസ്തരായ ഭൃത്യൻ എന്ന് പറയുന്നത്? ഒന്ന്, ദൈവഭയമുള്ളവരായിട്ട് ജീവിക്കുക.
വിശ്വസ്തരായ വൃത്തി എന്ന് പറയുന്നത് ദൈവം, ഞാൻ എല്ലാത്തിനും ദൈവത്തിന് മുമ്പ് കണക്ക് കൊടുക്കേണ്ടവരാണ്. ദൈവം എല്ലാം കാണുന്നുണ്ട്. വിശ്വസ്തരായ വൃത്തി എന്ന് പറഞ്ഞ മക്കളെ വളർത്തുമ്പോൾ മക്കളെ ദൈവഭയത്തിൽ വളർത്തും. വിശ്വസ്തരായ വൃത്തി എന്ന് പറയുന്നത് നീതിബോധം, സത്യസന്ധമായിട്ട് പെരുമാറുക, കുടുംബത്തോട് വിശ്വസ്തത പുലർത്തുക, ജീവിത പങ്കാളിയോട് വിശ്വസ്തത പുലർത്തുക, മക്കളോട് വിശ്വസ്തത പുലർത്തുക, മാതാപിതാക്കന്മാരോട് വിശ്വസ്തത പുലർത്തുക. ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് വളരെ കൃത്യമായിട്ട് വിശ്വസ്തത പുലർത്തുക. ഇങ്ങനെ ഉള്ളവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. വിശ്വസ്തർക്ക് ദൈവം നൽകുന്ന, അതാണ് വിശ്വാസം കാത്തു സൂക്ഷിക്കുക, നിങ്ങൾക്ക് പ്രതിഫലം നൽകും. ഇനി രണ്ടാമത്തത് ഒരു കാര്യമാണ്, അതായത് എന്നാൽ ദുഷ്ടനായ ഭൃത്യൻ എന്റെ യജമാനൻ താമസിച്ചേ വരൂ എന്ന് പറഞ്ഞ് സഹഭൃത്യന്മാരെ മർദ്ദിക്കുവാനും മദ്യപന്മാരോടുകൂടെ ഭക്ഷിക്കുവാനും പാനം ചെയ്യാനും തുടങ്ങിയാൽ, ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ അവിശ്വസ്തതയുടെ മേഖലയാണ്. ജീവിത പങ്കാളിയോട് അവിശ്വസ്തത കാട്ടിയാൽ ആരെ കാണുന്നത്? ജീവിത പങ്കാളിയോട് വേറൊരു ഭാര്യ അറിയാതെ വേറൊരു ബന്ധം പുലർത്തിയാൽ ആര് കാണും? അല്ലെങ്കിൽ ഭർത്താവ് അറിയാതെ വേറൊരു ബന്ധം പുലർത്തി വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് പിന്നാലെ പോയാൽ ആരറിയും? അങ്ങനെ ജീവിച്ചിട്ട് ഭാര്യയുടെ ഭർത്താവിന്റെ മുമ്പിൽ നല്ല ആളെ പോലെ ചമയുക, വിശുദ്ധരെ പോലെ നടിക്കുക, ഇത് അവിശ്വസ്തതയുടെ ഒരു മേഖലയാണ്. മാതാപിതാക്കൾ ചില കാര്യങ്ങൾ, ഇവിടെ ഓരോ കുട്ടികൾക്ക് ഒരു ക്രിസ്ത്യൻ ധ്യാനത്തിന് ഇവിടെ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ഈ കുട്ടികളുടെ വിഷമം കേട്ട് കഴിയുമ്പോൾ കുട്ടികളെ ആശ്വസിപ്പിക്കാനായിട്ട് മറുപടിയില്ല. ഈ കൊച്ചുങ്ങളുടെ അപ്പൻ വേറെ വഴിക്കടെ പോയിരിക്കുന്നു, അമ്മ വേറെ വഴിക്കടെ പോയിരിക്കുന്നു. കൊച്ചിനോട് എങ്ങനെ നല്ലതാണ് പറയാൻ പറ്റും? കൊച്ചു പറയുന്നു, അല്ലെങ്കിൽ മക്കൾ പറയുന്നു, അച്ഛാ അപ്പന്റെ മൊബൈൽ ഫോണിന്റെ അകത്ത് നിന്ന് ഞാൻ കാണാൻ പാടില്ലാത്ത എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്, പിന്നെ എനിക്ക് അപ്പന്റെ അടുത്തേക്ക് എങ്ങനെ പോകാൻ തോന്നുന്നു? അച്ഛാ അമ്മയുടെ വീട്ടിൽ താമസിക്കുമ്പോൾ അമ്മയുടെ അടുത്ത് പല ആൾക്കാരും വരുന്നു, ഇങ്ങനെയുള്ള സ്ഥലത്ത് എനിക്ക് അമ്മയെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഈ അവിശ്വസ്തതയ്ക്ക് ദൈവം കണക്ക് ചോദിക്കും. അതുകൊണ്ടാണ് ഈ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു വ്യർത്ഥ ചിന്തയാണ് പിടിക്കപ്പെടുകയല്ല, ആരും അറിയുകയല്ല. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല. അല്ല, മക്കളെ പഠിക്കാനായിട്ട് നാട് വിട്ടുപോയി കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, മറ്റു പലരുമായിട്ട് ബന്ധം, അവരുടെ കൂടത്തിൽ കടന്നുറങ്ങുക, അങ്ങനെയൊക്കെ ഒരു ലിവിങ് ടുഗദർ ആയിട്ട് ജീവിക്കുക, സ്വന്തം ശരീരം കാണിച്ചു കൊടുത്ത് ജീവിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള വിവാഹത്തിന്റെ പേര് പറഞ്ഞ് ജീവിക്കുക, ഇത് ആരും അറിയുകയില്ല എന്ന് വിചാരത്തോടുകൂടി ജീവിക്കുന്നതിന്റെ മേഖലയാണ് അവിശ്വസ്തത എന്ന് പറയുന്നത്. വചനം പറയുന്നത് എന്താണ്? അതായത് എന്നാൽ ദുഷ്ടനായ ഭൃത്യൻ എന്റെ യജമാനൻ താമസിച്ചേ വരുമെന്ന് പറഞ്ഞ് സഹഭൃത്യന്മാരെ മർദ്ദിക്കാനും മദ്യപന്മാരുടെ കൂടെ ഭക്ഷിക്കുവാനും പാനം ചെയ്യാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വരും. ജീവിതകാലം മുഴുവൻ ഈ കുടുംബത്തോട് വിശ്വസ്തത കാണിക്കാതെ മദ്യബന്ധനങ്ങൾ, മദ്യത്തിന്റെ മേഖലയിലുള്ള ബന്ധങ്ങള്, ഇങ്ങനെയുള്ള ഒരു ലോകജീവിതം നയിക്കുക. ഇങ്ങനെ ജീവിക്കുമ്പോൾ പലർക്കും ഒരു ചിന്തയില്ല, ദൈവം എന്നോട് കണക്ക് ചോദിക്കുമെന്ന്. നാളെ നിങ്ങളുടെ തിന്മ മൂലം നിങ്ങളുടെ മക്കള് വഴിതെറ്റി നശിച്ചു പോയാൽ ആ കുഞ്ഞിനെ പ്രതി നിങ്ങളോട് കണക്ക് ചോദിക്കും. അതാണ് മാതാപിതാക്കന്മാര് ജീവിത മാതൃക കാണിച്ചു കൊടുത്ത് മക്കളെ വളർത്തിയില്ലെങ്കിൽ ഈ മക്കളെ പ്രതി ദൈവം മാതാപിതാക്കന്മാരോട് കണക്ക് ചോദിക്കും. ഹല്ലേലൂയ. എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ പെരുമാറും. ബൈബിളില് ഈ മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരുടെ, കൃഷിക്കാരുടെ ഒരു ഉപമയുണ്ട്. മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമയിൽ അങ്ങനെ, അതായത് മുന്തിരിത്തോട്ടം ദൈവം അവരെ ഏൽപ്പിച്ചു, അതിന് ചുറ്റും വേലി കെട്ടി അതിൽ ഒരു മുന്തിരിച്ചക്ക് സ്ഥാപിക്കുകയും ഗോപുരം നിർമ്മിക്കുകയും ചെയ്തു. അനന്തരം അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ പോയി. വിളവെടുപ്പ് കാലം വന്നപ്പോൾ അവൻ പഴങ്ങൾ ശേഖരിക്കാൻ ഭൃത്യന്മാരെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു. എന്നാൽ കൃഷിക്കാർ ഭൃത്യന്മാരിൽ ഒരുവനെ പിടിച്ച് അടുക്കുകയും മറ്റൊരുവനെ കൊല്ലുകയും വേറൊരുവനെ കല്ലെറിയുകയും ചെയ്തു. എന്തുകൊണ്ടായി കൃഷിക്കാർ ഇങ്ങനെ ചിന്തിക്കാൻ കാരണം? ഇങ്ങനെയൊന്നും ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടേതായിത്തീരും, ഇങ്ങനെയൊക്കെ അവനെ കൊന്നുകളഞ്ഞാൽ പ്രശ്നങ്ങളെല്ലാം മാറും, അവനെ കല്ലെറിഞ്ഞാൽ പ്രശ്നങ്ങളെല്ലാം മാറും. ഹല്ലേലൂയ. ഇത് ഒരു തെറ്റായ മനോഭാവമാണ്. ഇതാരും അറിയല്ല. ഇങ്ങനെ കുറച്ച് പൈസ കൊടുത്താൽ എല്ലാം ഒതുക്കി തീർക്കാൻ പറ്റും. കുമ്പസാരത്തിന്റെ പേര് പറഞ്ഞ് ഇങ്ങനെയുള്ള പാപജീവിതങ്ങളിൽ കഴിയുന്നവരുണ്ട്. ഇതൊന്നും ചെയ്തെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ദൈവം കാണുകയല്ല.
ചില വ്യക്തികളുടെ ജീവിതത്തിന്റെ കുടുംബത്തിന്റെ കൃപ പോലും നഷ്ടപ്പെട്ടു പോകുന്നത് അവിശ്വസ്തതയുടെ പേരിലാണ്. അതുകൊണ്ടാണ് വചനം എഴുതിയിരിക്കുന്ന അവസാനത്തെ, ഈ അച്ഛൻ നേരത്തെ പറഞ്ഞ വചനത്തിന്റെ ഏറ്റവും അവസാനം എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ അവനെ ശിക്ഷിക്കുകയും കപടനാട്യക്കാരുടെ കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും. എന്തുകൊണ്ട് കപടനാട്യക്കാരുടെ കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ അവരെ കാണുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണ്, ഒറിജിനൽ അല്ല. ഒരു പുറമേയുള്ള വിശ്വാസം മാത്രമേ ഉള്ളൂ, പുറമേയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അവൻ കാണാൻ വേണ്ടി, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുന്നുണ്ട്, കാണിക്കാൻ വേണ്ടി കൊന്തയിടുന്നുണ്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ അറിയപ്പെടാൻ വേണ്ടി ചില മീറ്റിങ്ങുകളിലൊക്കെ പോകുന്നുണ്ട്, കൂട്ടായ്മയ്ക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഉള്ളിലെ അവസ്ഥ പരിശോധിച്ചാലോ, ഉള്ളിലെ അവസ്ഥ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെയുള്ള പാപങ്ങളുമായിട്ട് ജീവിക്കുന്നവരുണ്ട്. പുറമെ ആത്മീയതയും പ്രാർത്ഥനയും. ചില കുട്ടികൾ അങ്ങനെയാണ്, നാട്ടിൽ വരുമ്പോഴത്തേക്കും വിശുദ്ധരെ പോലെ അവർ നടിക്കും, പള്ളികളൊക്കെ ഇറങ്ങും. ഇവിടുന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ വേറൊരു ലോകമാണ്. അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് നാട്ടിൽ വന്നു കഴിയുമ്പോൾ നല്ലതുപോലെ, ഇതങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്കെല്ലാം ഒരേപോലെയാണ് കാണുന്നത്. ഇതാണ് പ്രതീക്ഷിക്കാത്ത സമയത്തും അറിയാത്ത സമയത്തും ഒക്കെയാണ് ദൈവം എന്നെ പിടികൂടാൻ തുടങ്ങുന്നത്. ജീവിതത്തിൽ ചില വ്യക്തികളുടെ കൃപ മുഴുവൻ നഷ്ടപ്പെട്ടു പോകാൻ കാരണം ഈ കാപട്യത്തിന്റെ അരൂപിയാണ്. ഈശോ തന്നെ നിയമജ്ഞരെയും ഫരിസേയരെയും വിളിക്കുന്നത് കപടനാട്യക്കാരെന്നാണ്. ഇവരെന്തുകൊണ്ടാണ് ഈ കപടനാട്യക്കാരെന്ന് വിളിക്കപ്പെടാൻ? ഫരിസേയർ എന്ന് പറയുന്നത് എല്ലാ നിയമങ്ങളും അതുപോലെ ആചാരങ്ങളും പാരമ്പര്യങ്ങളും മോശ പറഞ്ഞിട്ടുള്ളതെല്ലാം അതേപടി പാലിക്കുന്നവരാണ്. പക്ഷെ അവർ ഇങ്ങനെയൊക്കെ പാലിച്ചതിന്റെ പേരിൽ അവര് ഓക്കെ ആണെന്ന് വിശ്വസിച്ചവരാണ്. നിയമജ്ഞൻ എന്ന് പറയുന്നത് കുലീന കുടുംബത്തിൽ ജനിച്ച് നിയമത്തിന്റെ എല്ലാ വ്യാഖ്യാനങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നവരാണ്. പക്ഷെ ഇവര് രണ്ടുപേരും ഒരിക്കലും ഈ ഫരിസേയര് നിയമജ്ഞര് ഒരുമിക്കുകയല്ല. കാരണം ഈ നിയമജ്ഞര് സദുക്കായര് വിശ്വസിച്ചിരുന്നു പുനരുദ്ധാനമില്ല എന്ന്. ഫരിസേയർ വിചാരിച്ച പുനരുദ്ധാനമുണ്ട്. രണ്ടുപേരും ചേരി തമ്മിലടിയാണ്. ഇവര് രണ്ടുപേരും, നിയമജ്ഞരും ഫരിസേയരും, ഒരു കാര്യത്തിന് വേണ്ടി ഒരുമിച്ചു. ഇതിനറിയാവോ? ഈശോയെ കൊല്ലാൻ പറ്റും. ഹല്ലേലൂയ. ഒരേ ഒരു കാര്യത്തിന് വേണ്ടി ഒരുമിച്ചു ഈശോയെ കൊല്ലാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു അവരെ കുറിച്ചാണ് ഈശോ പറയുന്നത്. കപടനാട്യക്കാരെ പുറമേയുള്ള കാര്യങ്ങളൊക്കെ പാലിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അവര് സാബത്ത് പാലിക്കുന്നുണ്ട്, മോശയുടെ നിയമങ്ങൾ പാലിക്കുന്നുണ്ട്, കൈ കഴുകുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നു. പക്ഷെ ഉള്ളിലെ അവസ്ഥ എന്താണ്? ഉള്ളിൽ ദൈവം ഇല്ല, ഉള്ളിൽ ദൈവം ഇല്ല. നിയമജ്ഞരെല്ലാം പഠിച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്, എല്ലാ നിയമങ്ങളും അറിയാം, വ്യാഖ്യാനങ്ങൾ അറിയാം. പക്ഷെ അവരുടെ ഉള്ളിൽ എന്തില്ല? ഈശോ ഇല്ല. ഹല്ലേലൂയ. ഇത് പറഞ്ഞ ഹല്ലേലൂയ. ഇത് നമ്മുടെ ഉള്ളിൽ പരിശോധിക്കണം. പുറമെ നമ്മൾ മീറ്റിങ്ങുകൾ പോകുന്നുണ്ട്, കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നുണ്ട്, ആഘോഷങ്ങളിൽ പോകുന്നുണ്ട്, പള്ളിയുടെ പേര് പറഞ്ഞ് പല കാര്യങ്ങളിൽ പോകുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ ഈശോ ഇരിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യണം. ഹല്ലേലൂയ. ഇത് ആത്മശോധനയുടെ വിഷയമാണ്. എന്റെ ഉള്ളിൽ ദൈവം ഇരിക്കുന്നുണ്ടോ? പേര് പറഞ്ഞിട്ട് മീറ്റിങ്ങുകൾ പോകുന്നുണ്ട്, അവിടെ പോകുന്നുണ്ട്, ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുന്നുണ്ട്, ഇടയ്ക്ക് കൊന്തയിൽ. ശരി, നല്ലത് തന്നെ. നമ്മുടെ ഉള്ളിൽ ദൈവം ജീവനോടെ ഉണ്ടോ എന്ന് ആത്മശോധന ചെയ്യും. അതിനോട് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മരിയ വാൾത്തോളത്തോടെ ഒരു പുസ്തകത്തിന്റെ അകത്ത് ഈ അടുത്തിടയ്ക്ക് ഈ രണ്ടാമത്തെ ആഗമനത്തെ കുറിച്ച് ഉള്ളൊരു പുസ്തകമുണ്ട്, അന്ത്യവിധിയെ കുറിച്ച്. ആ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുകയാണ്, അതായത് നഷ്ടപ്പെട്ടു പോകുന്നവർ, ഒന്നാമത്തത് വീണു പോകുന്നവരെ കുറിച്ച് പറയും. ഒന്നാമത്തെ വിശ്വാസത്തിന്റെ ഉറപ്പ് നഷ്ടപ്പെട്ടു പോകുന്നു, രണ്ടാമത്തത് സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നവർ, മൂന്നാമത്തത് ആത്മശക്തി നഷ്ടപ്പെട്ടു പോകുന്നവർ, പരിശുദ്ധി നഷ്ടപ്പെട്ടു പോകുന്നത്, ലോകത്തിന്റെ ആകർഷണങ്ങളിൽ നിന്നുള്ള അകൽച്ച നഷ്ടപ്പെട്ടു പോകുന്നവര് ജീവിതത്തിൽ നശിക്കും. ഹല്ലേലൂയ. മരിയ വാഴ്ത്തോളത്തെ എഴുതിയിരിക്കുന്നതാണ്. അതായത് ഒന്നാമത്തത് ഈ വിശ്വാസത്തിന്റെ ഉറപ്പ്, അല്ലെ? വിശ്വാസത്തിന്റെ ഉറപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വചനം എന്താണ്? വിശ്വാസത്തിന്റെ ഉറപ്പ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. വിശ്വാസം എന്നത് വായിച്ചു. വിശ്വാസം എന്നത് ഹെബ്രായ ലേഖനം 12:1, 11:1. ഹെബ്രായ ലേഖനം 11:1. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവർ. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവം എന്റെ ജീവിതത്തിൽ ഇടപെടും, ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കും. പ്രത്യാശിക്കുന്നവർ ലഭിക്കുമെന്ന ഉറപ്പ്. ഹല്ലേലൂയ. ഉറപ്പുണ്ടോ? ഞാനത്തിന് ഈ ആദ്യ വെള്ളിയാഴ്ചയൊക്കെ പങ്കെടുക്കുമ്പോൾ ഉറപ്പൊന്നും ഇല്ല, ചെന്നാലും പ്രാർത്ഥിച്ചേക്കാം, നിങ്ങളൊന്നും കിട്ടിയില്ല, അല്ലെ? പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും
ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ. ഹല്ലേലൂയ. വിശ്വാസം ഇല്ലാതെ അല്ലെ, വിശ്വാസം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എല്ലാം കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല. എന്നാലും വന്നേക്ക് ഇവിടെ ഏതാണ്ടൊക്കെ കിട്ടുന്നുണ്ട്. ചിലർക്കൊക്കെ രക്ഷപ്പെടും, ചിലർക്കൊക്കെ സാക്ഷ്യം വന്നു. ഈ പ്രാവശ്യം എനിക്കാണെങ്കിലും അത് വരുന്നത് എന്നോർത്തു. അങ്ങനെയല്ല. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കും. പ്രത്യാശയുണ്ട്. രോഗം മാറുന്ന പ്രത്യാശയുണ്ട്. പ്രശ്നങ്ങൾ മാറുന്ന ഉറച്ച പ്രത്യാശയുണ്ട്. ദൈവം ഇടപെടുന്ന ഉറച്ച പ്രത്യാശയുണ്ട്. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ. അത് ലഭിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനൊന്ന് ഏറ്റില്ലേ, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ. ലഭിക്കുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ ഹെബ്രായ ലേഖനം 11:6, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകപ്പെടും. ഹല്ലേലൂയ. നമ്മൾ ആ ഹെബ്രായ ലേഖനം 11:1 വായിച്ചു. വിശ്വാസം എന്നത് ഉറപ്പും ഇതിനപ്പുറം കാണാൻ പാടില്ലാത്ത അനേകം രഹസ്യങ്ങളുണ്ടെന്ന്, അനേക ദൈവിക കാര്യങ്ങളുണ്ട്. കാണാൻ പാടില്ലാത്ത, ഒരു പക്ഷേ എല്ലാം കണ്ടേ വിശ്വസിക്കുകയുള്ളൂ. അതിനപ്പുറമുള്ള വേറെ കാര്യങ്ങളുണ്ട്. ഈശോ തോമാശ്രീയോട് പറഞ്ഞു, എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിക്കും. കാണാതെ തന്നെ വിശ്വസിക്കുന്നവൻ ഭാഗ്യം. വിശ്വസിക്കണം ദൈവം ഇടപെടുന്നതൊക്കെ. ഹല്ലേലൂയ. പറഞ്ഞു ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത, അതായത് ഈ വീണു പോകുന്നവര്, ഒന്നാമത്തത് വിശ്വാസത്തിന്റെ ഉറപ്പ് നഷ്ടപ്പെട്ടവര്, രണ്ടാമത്തത് സ്നേഹമില്ല. അന്തിമതിയുമായിട്ട് പറഞ്ഞു, പലരുടെ സ്നേഹം തണുത്തു പോകും. ആത്മാർത്ഥമായ സ്നേഹമില്ല. ജീവിത പങ്കാളിയോട് ആത്മാർത്ഥമായ സ്നേഹമൊന്നുമില്ല. മക്കളോട്, മാതാപിതാക്കന്മാരോട് ആത്മാർത്ഥമായ സ്നേഹമൊന്നുമില്ല. ഹല്ലേലൂയ. നിവൃത്തികേടിന്റെ പേരിൽ അമ്മയെ നോക്കേണ്ടി വരും, നിവൃത്തികേടിന്റെ പേരിൽ അപ്പനെ നോക്കേണ്ടി വരുന്നു. ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കുക. ദൈവമേ, ഈ തള്ള മരിച്ചിരുന്നെങ്കിൽ, ഈ അപ്പം മരിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ നോക്കുന്നത്. നോക്കിയില്ലെങ്കിൽ പറ്റിയല്ല. പ്രിയപ്പെട്ട, ഇതിനൊരു പ്രതിഫലം ഉണ്ടെന്നുള്ള ആ സ്നേഹത്തോടു കൂടി നോക്കുമ്പോൾ അതിനൊരു പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. സഹിക്കുമ്പോഴാണെങ്കിലോ സ്നേഹത്തോടുകൂടി സഹിക്കുകയാണ്. ഇതെല്ലാം ഞാൻ കർത്താവിന് വേണ്ടി കാഴ്ചവെക്കുന്നു. എനിക്ക് എന്റെ ജീവിത പങ്കാളിയിൽ നേരിട്ടുള്ള വേദനകള് സ്നേഹത്തോടെ ദൈവത്തിന് സമർപ്പിച്ചങ്ങ് കാഴ്ചവെക്കണം. നാളെ ജീവിത പങ്കാളിയെ സ്നേഹിക്കാനുള്ള പ്രവേശനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിശുദ്ധ ഫൗസ്റ്റീന തന്നെ പറയുന്നുണ്ട്, എനിക്ക് വലിയ സഹനം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആ സഹനം എന്നെ വളരെയധികം ഭാരപ്പെടുത്തി. പക്ഷെ പിന്നീട് ഞാൻ സഹനത്തെ സ്നേഹിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ സഹനം ഒരു ഭാരമല്ലാതായിട്ട് മാറി. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. ജീവിതത്തിലെ സഹനങ്ങളും വേദനകളും ഒക്കെ വരുമ്പോൾ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കണം. അതായത് ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ച് കാഴ്ചവെക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ 151-ാമത്തെ പേജിൽ പറയാണ്, എന്റെ മകളെ, സഹനത്തെ നീ ഭയപ്പെടരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സഹനത്തെ നീ ഭയപ്പെടരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് ദൈവം നമ്മുടെ കൂടെയുണ്ട്. അഭിനയിക്കുകയാണ്. ഒരിക്കൽ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ഛായാപടം വരിക്കുന്ന സംബന്ധമായിട്ട് ഞാൻ വളരെ ക്ലേശം അനുഭവിച്ചുകൊണ്ടിരുന്നു. എല്ലാ കാര്യങ്ങളും മിഥ്യാദർശനങ്ങളാണെന്ന് അവർ നിരന്തരം എന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നതിനാൽ ഞാൻ എന്ത് തീരുമാനമെടുക്കണമെന്ന് ചിന്തിച്ച് ഞാൻ വരഞ്ഞു. ഒരു വശത്ത് ഒരു പക്ഷേ ഈ ചിത്രം വഴി ദൈവം ആരാധിക്കപ്പെടാൻ ആഗ്രഹമുണ്ടാകും, ഇതിനാൽ അത് വരച്ചെടുപ്പിക്കാൻ ശ്രമിക്കണമെന്നും ഒരു വൈദികൻ പറഞ്ഞു. അപ്പോൾ എന്റെ ആത്മാവ് തീർത്തും അവശതയിലായി. ഞാൻ ആ ചെറിയ ചാപ്പലിൽ പ്രവേശിച്ച് എന്റെ ശിരസ് സക്രാരിയോട് ചേർത്ത് വെച്ച് മുട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഈശോയെ, ഈ ചിത്രം വരയ്ക്കുന്നതിന് ഞാൻ എത്രമാത്രം പ്രയാസം സഹിക്കുന്നു എന്ന് കാണുക. സക്രാരിയിൽ നിന്ന് ഞാനൊരു സ്വരം കേട്ടു, എന്റെ മകളെ, നിന്റെ സഹനങ്ങൾ അധികകാലം നീണ്ടു നിൽക്കുകയില്ല. ഹല്ലേലൂയ. എല്ലാ സഹനങ്ങളൊന്നും അധികകാലം നീണ്ടു നിൽക്കത്തില്ല. ദൈവം ഇടപെടും. അത് നമ്മൾ തിരിച്ച്, അതായത് നേരത്തെ പറഞ്ഞു, അതായത് മരിയ വാർത്തോക്ത പറയാം, ഒന്നാമത് വിശ്വാസത്തിന്റെ ഉറപ്പ് നഷ്ടപ്പെട്ടവര്, സ്നേഹം നഷ്ടപ്പെട്ടവര്, ഈ ആത്മശക്തി നഷ്ടപ്പെട്ടവര്, എന്ത് വന്നാലും പിടിച്ചു നിൽക്കുന്നു, എന്ത് പ്രതിസന്ധി വന്നാലും പിടിച്ചു നിൽക്കുന്ന ആത്മശക്തി നഷ്ടപ്പെട്ടു പോവുക. ഹല്ലേലൂയ. ഒരു പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളില് ഏറ്റവും അവസാനത്തെ ദാനം എന്താണ്? സ്നേഹം, ജ്ഞാനം, ബുദ്ധി, ആലോചന,
ആത്മശക്തി. സോറി, നാലാമത്തെ ആത്മശക്തി. ആത്മശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് പ്രതിസന്ധി ഉണ്ടായാലും അതിനെ അതിജീവിക്കാനുള്ള ഒരു ദൈവത്തിന്റെ സഹായമാണ്, ശക്തിയാണ് ആത്മശക്തി. ഹല്ലേലൂയ. ആത്മശക്തി നേടിയില്ല എങ്കിൽ നിസ്സാര കാര്യത്തിന് വേണ്ടി നമ്മുടെ തടസ്സം ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും. ആത്മശക്തി നേടിയെടുക്കണം പ്രാർത്ഥിച്ച്. ആത്മശക്തി ഉണ്ടെങ്കിൽ എത്ര സഹനം വന്നാലും പിടിച്ചു നിൽക്കും. ഹല്ലേലൂയ. ഇത് പറഞ്ഞ ഹല്ലേലൂയ. അടുത്തത് പരിശുദ്ധി. പിന്നീടാണ് ലോകത്തിന്റെ ആകർഷണങ്ങളിൽ നിന്നുള്ള അകൽച്ച. ഇത് നഷ്ടപ്പെട്ടു പോകുക. ഈ ലോകത്തിന് മൊബൈൽ ഫോണിനോട് അമിതമായിട്ടുള്ള അട്രാക്ഷൻ, ഇത് നമ്മൾ തന്നെ നിയന്ത്രിച്ച് കീഴടക്കണം. മൊബൈൽ ഫോണിനോടുള്ള ആകർഷണം, ഇതാണ് ഈ പല കാര്യങ്ങളും ഈ അവസാന കാലഘട്ടങ്ങളിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് മരിയ വാഴ്ത്തോർത്ത പറയാം. പലതിനോട് പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തൊരു മേഖലയാണ് ദൈവം തള്ളിക്കളയുന്ന ആത്മാക്കളുണ്ട്, ദൈവം ഉപേക്ഷിക്കുന്ന ആത്മാക്കൾ. മരണം വരെ ദൈവം ആത്മാവിനെ രക്ഷിക്കാനായിട്ട് കാത്തിരിക്കും. എന്നാൽ ദൈവം തന്നെ തള്ളിക്കളയുന്ന ആത്മാക്കൾ. ഒന്നാമത്തത് ദൈവത്തെ തിരിച്ചറിഞ്ഞിട്ടും പാപത്തെ സ്വന്തമാക്കി പാപത്തിൽ തന്നെ മുഴുകി ജീവിക്കുന്നവർ. ഹെബ്രായ ലേഖനം 6-ാം അധ്യായം 4-ാമത്തെ തിരുവചനം. ഹെബ്രായ ലേഖനം 6-ാം അധ്യായം 4-ാമത്തെ വചനം. ഇതൊന്ന് ശ്രദ്ധിച്ച് കേട്ടോ. ഹെബ്രായ ലേഖനം 6:4. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും ദൈവവചനത്തിന്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ അറിഞ്ഞിട്ടുള്ള ആൾക്കാർ, അങ്ങനെയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഒരു വൈദികൻ വീണുപോയാൽ, ഒരു സിസ്റ്റർ വീണു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആത്മീയ മേഖലയിലുള്ളതൊക്കെ വീണു പോയി കഴിഞ്ഞാൽ അവരുടെ സ്ഥിതി എന്താണ്? ഇതെല്ലാം അറിഞ്ഞിട്ടുള്ള ആൾക്കാർ, പണ്ട് മുതൽ നല്ല പ്രാർത്ഥനയും ചെറുപ്പം മുതൽ ദൈവത്തെ അറിഞ്ഞ് അനുഭവിച്ച് ജീവിച്ചുള്ള ആൾക്കാർ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും ദൈവവചനത്തിന്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തി രുചിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ്. കാരണം അവർ ദൈവപുത്രനെ സ്വമനസ്സ നിക്ഷേപിക്കുകയും വീണ്ടും കുരിശിൽ തറയ്ക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഇതെല്ലാം അറിഞ്ഞിട്ട് ദൈവത്തെക്കുറിച്ച് അറിയുകയും സ്വർഗത്തെക്കുറിച്ച് അറിയുകയും നിത്യജീവിതത്തെക്കുറിച്ച് അറിയുകയും സ്വർഗത്തിൽ ലഭിക്കാനിരിക്കുന്ന പ്രതിഫലം എല്ലാം തിരിച്ചറിഞ്ഞിട്ട് സ്വയം നശിച്ചു പോവുകയാണെങ്കിലോ, അതിനുവേണ്ടി ജീവിക്കുവാണെങ്കിൽ അവരെ പുനരാനയിക്കുക അസാധ്യമാണ്. ഹല്ലേലൂയ. ഇതേ വചനം തന്നെ പത്രോസിന്റെ 2-ാമത്തെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. 2 പത്രോസ് 2, പത്രോസിന്റെ 2-ാമത്തെ ലേഖനം, 2-ാം അധ്യായം 20-ാമത്തെ തിരുവചനം. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മൂലം അവർ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചതിന് ശേഷം വീണ്ടും അവയിൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നെങ്കിൽ അവരുടെ അന്ത്യസ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായിരിക്കും. ഹല്ലേലൂയ. ധ്യാനം കൂടി വീണ്ടും പാപത്തിൽ ജീവിച്ച് നശിച്ചു പോകുന്ന കൂടുതൽ നശിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ധ്യാനത്തിൽ നിങ്ങൾ ധ്യാനം കൂടിയില്ലായിരുന്നു രക്ഷപ്പെട്ടാൽ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു, നിങ്ങൾ ധ്യാനം കൂടിയില്ലായിരുന്നു രക്ഷപ്പെട്ടാൽ. നിങ്ങളുടെ രക്ഷപ്പെട്ടാൻ കാരണം നിങ്ങൾ ഇതെല്ലാം അറിയുകയും മനസ്സിലാക്കുകയും ദൈവത്തെക്കുറിച്ച് അറിയുകയും കേൾക്കുകയും ചെയ്തിട്ട് പിന്നെ നിങ്ങൾ നശിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ അന്നത്തതിനേക്കാളും ദയനീയമായിരിക്കും. ഹല്ലേലൂയ. അതാണ് ആ വചനം കണ്ട പത്രോസിന്റെ 2-ാമത്തെ ലേഖനം. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മൂലം അവർ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചതിന് ശേഷം വീണ്ടും അവയിൽ കുരുങ്ങുകയാണെങ്കിൽ അവരെ രക്ഷപ്പെടുത്താൻ പറ്റും. ഹല്ലേലൂയ. ഒരു എവിടെയോ വലിയ പാപത്തിൽ ജീവിച്ച് വലിയ ബന്ധങ്ങളിലും അന്യദേവ ആരാധനയിലെത്തിയ സമയത്ത് പെട്ടെന്ന് ഒരാൾ ആരോ കൊണ്ടുപോയി വിളിച്ചു വലിച്ചു കൊണ്ടുപോയി കോട്ടയെ കൊണ്ടുപോയി ധ്യാനം കൂടി ആള് രക്ഷപ്പെട്ടു, ജീവിക്കാൻ ആരംഭിച്ചു, വിശുദ്ധനാകാൻ തീരുമാനിച്ചു. പിന്നെ അയാൾ വീണ്ടുപോയി പഴയ അവസ്ഥയിലേക്ക് പോയാലോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ആദ്യമുണ്ടായിരുന്ന തീഷ്ണതയും ആദ്യമുണ്ടായിരുന്ന വിശ്വാസവും ഒക്കെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പരിശ്രമിക്കണം. ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയുള്ള മേഖലയിൽ വീണു പോകുന്ന ഒരു
വഴിയാണ് മൊബൈൽ ഫോണിന്റെ അടിമത്തം. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. രണ്ടാമത്തത്, രക്ഷപ്പെടാൻ അവസരം നൽകിയിട്ടും സ്വയം നശിക്കാൻ വീണ്ടും വീണ്ടും ശ്രമിക്കുന്നവർ. ദൈവം രക്ഷപ്പെടാൻ അനേകം വഴികൾ ഒരുക്കും.